മോര് കാച്ചിയത് കാച്ചുമോരെന്നും പറയാറുണ്ട്. ഇത് ആക്ച്വലി മോരല്ല, തൈരാണ്. ഇതിപ്പോൾ മിൽക്കി മിസ്റ്റിൻ്റെ കേടാണ്. കവറിൽ കിട്ടുന്ന കേടില്ലേ, അത്. ഈ കറിയിൽ തേങ്ങ അരയ്ക്കുന്നില്ല. ഏത് ബ്രാൻഡ് തൈര് വേണമെങ്കിലും എടുക്കാം കേട്ടോ. ഇനി അത് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. കറിവേപ്പിലയും 2 കട്ട് ചെയ്ത പച്ചമുളകും തൈരിലേക്ക് ഇട്ട് കൊടുക്കാം. പച്ചമുളക് ഇതുപോലെ കട്ട് ചെയ്താൽ മതി. ആവശ്യമായ ഉപ്പ് കൂടി ചേർക്കാം. ഇനി അത് ചെറുതായിട്ടൊന്ന് വിസ്ക് ചെയ്തെടുക്കുകയോ അല്ലെങ്കിൽ ഒന്ന് ഉടച്ചെടുക്കുകയോ വേണം. ഫോർക്ക് ഉണ്ടെങ്കിൽ അതും ഉപയോഗിക്കാം. അടുത്തതായി അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചു കൊടുക്കണം. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് ഉടച്ചെടുക്കണം. ഇനി ഒരു കടായി ചൂടാക്കിയെടുക്കാം. കടായി ചൂടായി കഴിഞ്ഞാൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ നല്ലതുപോലെ ചൂടായി കഴിഞ്ഞ് കടുകിട്ട് കൊടുക്കണം. കടുക് മുഴുവനും പൊട്ടിക്കോട്ടെ. അതിനുശേഷം ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള ചെറിയ ഉള്ളി, ഇഞ്ചി, വെളുത്തുള്ളി, ഉണക്കമുളക് അത്രയും കൂടി ഇട്ട് കൊടുക്കാം. ഉണക്കമുളക് അതേപടി ഇട്ട് കൊടുക്കണം. ചെറുതായി കളർ ചേഞ്ച് വരുന്നത് വരെ വഴറ്റിയെടുക്കണം. എന്ന് പറഞ്ഞാൽ ഇതിൻ്റെയൊക്കെ റോ ടേസ്റ്റ് പോയി കിട്ടണം. സാധാരണ ഇതെല്ലാം തേങ്ങയിൽ അരച്ചെടുക്കുക ചെയ്യുന്നത്. തേങ്ങയിൽ അരയ്ക്കാത്തത് കൊണ്ടാണ് ഇത് നല്ലതുപോലെ വഴറ്റിയെടുക്കണം എന്ന് പറയുന്നത്. മോര് കാച്ചിയതിന് മറ്റൊരു റെസിപ്പിയുമുണ്ട്. അത് ഞാൻ വേറൊരു വീഡിയോ ചെയ്യാം. ഇനി അതിലേക്ക് കാശ്മീരി ചില്ലി പൗഡർ, എരിവുള്ള മുളക് പൊടി, നല്ല ജീരകത്തിൻ്റെ പൊടി, ഉലുവാപ്പൊടി, കായപ്പൊടി ഇത്രയും ഇട്ട് കൊടുക്കണം. കായത്തിൻ്റെ പൊടി ഉലുവാപ്പൊടിയുമായിട്ട് മിക്സായിപ്പോയി ഞാൻ ചരിച്ചു പിടിച്ചപ്പോൾ. മഞ്ഞൾപ്പൊടി ഇതിൽ ചേർക്കുന്നില്ല. പൊടികളുടെ റോ ടേസ്റ്റ് പോകുന്നത് വരെ ഒന്ന് വഴറ്റണം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുകയും വേണം. ഇനി അതിലേക്ക് ഉടച്ചു വെച്ചിരിക്കുന്ന തൈര് ചേർക്കുകയാണ്. ഉടൻ തന്നെ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കണം. ഇല്ലെങ്കിൽ തൈര് പിരിഞ്ഞു പോകും. ഇനി തുടർച്ചയായി ഇളക്കി കൊടുക്കണം. അല്ലെങ്കിൽ കടായിയുടെ ചൂടിൽ അത് പിരിയും. ഈ റെസിപ്പിയിൽ ചെയ്യുന്ന മോര് കാച്ചിയതിന് ഈ കൺസിസ്റ്റൻസിയാണ് കേട്ടോ. ഇതൊരു ലൂസ് കറിയല്ല. നോൺ വെജിറ്റേറിയൻസിന് ഊണ് കഴിക്കാൻ ഈ കറിയോടൊപ്പം ഫിഷ് ഫ്രൈ, ചിക്കൻ ഫ്രൈ അല്ലെങ്കിൽ ഒരു ബീഫ് ഫ്രൈ മാത്രം മതിയാകും. ചോറും ഈ കറിയും എന്തെങ്കിലും ഒരു ഫ്രൈ കൂടി ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റായിട്ട് ഊണ് കഴിക്കുക. വെജിറ്റേറിയൻസ് ആണെങ്കിൽ ഈ കറിയോടൊപ്പം എന്തെങ്കിലും ഒരു തോരനും പപ്പടവും പിക്കിളും മാത്രം മതി. ഇതൊക്കെ നിങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്ക് കേട്ടോ. അപ്പോൾ മനസ്സിലാകും. ബാച്ചിലേഴ്സിനൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാവുന്ന ഒരു കറിയാണിത്. മിക്സി എടുക്കേണ്ട ആവശ്യമേ വരുന്നില്ല. ഈ വീഡിയോ കാണുന്നവരൊക്കെ റെസിപ്പി ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുകയും വേണം. മറ്റ് വീഡിയോസ് കൂടി കണ്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. പച്ചമുളകിൻ്റെ ടേസ്റ്റിനേക്കാൾ മുളക് പൊടിയുടെ ടേസ്റ്റാണ് ഈ കറിക്ക് വേണ്ടത്. കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് കാശ്മീരി ചില്ലി പൗഡർ ചേർക്കുന്നത്. ഈ മോര് കാച്ചിയതിൻ്റെ പണി കഴിഞ്ഞു. വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. താങ്ക് യു.